first international T20 100 for Sanju Samson. It's the second fastest by an Indian. It's been an absolutely blistering and a blazing innings. Make that 100, his second T20 100 and the fastest ever 100 made by an Indian against South Africa. It's taken him just 47 balls and Kingsmead rises to a special knock. നിങ്ങളുടെ ഷോട്ട് സെലക്ഷൻസ് നല്ലതല്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇന്ത്യൻ ടീമിൽ സ്ഥിരമായി നിലനിൽക്കാനാവാത്തത്. സച്ചിൻ ടെണ്ടുൽക്കറിന് മുന്നേ ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ ഐക്കണായ സുനിൽ ഗവാസ്കർ പറഞ്ഞു വെച്ചു. മികച്ച തുടക്കം കിട്ടിയാലും നിങ്ങൾക്കത് വലിയ സ്കോറാക്കി മാറ്റാൻ കഴിവുള്ള ആളല്ല, ഗവാസ്കർ വീണ്ടും പറഞ്ഞു. ശ്രീലങ്കയ്ക്കെതിരായ 2 T20 ഡക്കുകൾക്ക് പ്രിയപ്പെട്ട ക്രിക്കറ്റ് ദൈവത്തിൻ്റെ മറുപടി 2 താറാവുകൾക്ക് തീറ്റ കൊടുക്കുന്ന ഇൻസ്റ്റഗ്രാം ചിത്രമായിരുന്നു. നിങ്ങൾ മുതിർന്ന താരങ്ങളുടെ ഉപദേശങ്ങൾക്ക് ചെവി കൊടുക്കുന്നില്ല. നിങ്ങൾ അലക്ഷ്യമായി വിക്കറ്റ് വലിച്ചെറിയുന്ന ആളാണ്, മുൻ ഇന്ത്യൻ ഫാസ്റ്റ് ബോളറും സ്വന്തം നാട്ടുകാരനുമായ ശ്രീശാന്ത് പറഞ്ഞു വെച്ചു. അയാൾ മിടുക്കനാണ്, 29 റൺസ് അടിച്ചിരിക്കുന്നു. എന്നാൽ ഇത് ഇന്ത്യൻ ടീമാണ്, നിങ്ങൾക്ക് കുറച്ചുകൂടി റൺസ് എടുക്കേണ്ടതുണ്ട് ഇവിടെ നിലനിൽക്കാൻ. പണ്ട് ബാറ്റിൽ പന്ത് കൊള്ളിക്കാനും ഒരു റൺസ് എടുക്കാനും നിരന്തരം പ്രയാസപ്പെട്ടിരുന്ന ലെജൻഡ് ആകാശ് ചോപ്ര പറഞ്ഞു. നിങ്ങൾ നിരന്തരം അയാളെ വേട്ടയാടിക്കൊണ്ടേയിരുന്നു, നിങ്ങൾ പരിഹസിച്ചുകൊണ്ടേയിരുന്നു, നിങ്ങൾ അയാളിലെ പ്രതിഭയെ അവഗണിച്ചുകൊണ്ടേയിരുന്നു. പക്ഷെ നിങ്ങൾ ഒരിക്കലും ഇത് ഓർക്കാതിരുന്നത് നിങ്ങൾ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ തെറ്റായിരുന്നു. അയാളുടെ പേര് സാംസൺ എന്നാണ്. 1000 പ്രഭുക്കന്മാരെ കൊന്ന ബൈബിളിലെ സാംസണേക്കാൾ അപകടകാരിയാണ് അയാൾ ക്രിക്കറ്റ് മൈതാനങ്ങളിൽ. അയാൾ മൈതാനത്തിനകത്ത് വെച്ചോ പുറത്തു വെച്ചോ ആരോടും കലഹിക്കാറില്ല. പക്ഷേ അയാൾ ദിനം പ്രതി അയാളോട് തന്നെ കലഹിക്കാറുണ്ടായിരുന്നു. അയാൾ ആരോടും മോശമായി ബഹുമാനമില്ലാതെ പെരുമാറുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. പക്ഷെ അയാളുടെ ബാറ്റ് ആരെയും ബഹുമാനിച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. അയാൾ സ്വല്പം മടിയനും അലസനുമാണെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും. പക്ഷേ എറിഞ്ഞു തളർന്ന നെറ്റ്സിലെ 100 കണക്കിന് ബോളർമാരെ നിങ്ങൾ ഒരിക്കലും കണ്ടിട്ടുണ്ടാവില്ല. അതെ, അത് വിയർപ്പ് തുന്നിയിട്ട കുപ്പായം തന്നെയാണ്. അയാളുടെ കണ്ണിലെ തീഷ്ണത നിശ്ചയദാർഢ്യത്തിൻ്റെയും നെറ്റ്സിൽ നേരിട്ട ആയിരക്കണക്കിന് പന്തുകളുടെയും ആത്മവിശ്വാസത്തിൽ നിന്നും ഉടലെടുത്തതാണ്. പകലന്തിയോളം കൊടുംചൂടിൽ കഴിഞ്ഞ 2 പതിറ്റാണ്ടായി വിയർപ്പൊഴിച്ച് നട്ടെടുത്തതാണ് അയാളുടെ കായബലം. നിങ്ങൾക്ക് അയാളെ തകർക്കാനും ഒതുക്കാനും ആവില്ല. കാരണം അയാളുടെ പേര് സഞ്ജു വി സാംസൺ എന്നാണ്. ഏപ്രിൽ 14, 2013 അതൊരു വിഷുദിനമായിരുന്നു. മലയാളി ക്രിക്കറ്റ് ആരാധകർക്ക് വിലമതിക്കാനാവാത്ത ഒരു പൊന്നിൻ കൈനീട്ടവുമായി ജയ്പൂർ സവായ് മാൻ സിംഗ് സ്റ്റേഡിയത്തിൻ്റെ പിച്ചിലേക്ക് ഒരു 17കാരൻ പയ്യെ നടന്നെടുത്തു. ക്രിക്കറ്റ് പ്രേമികൾക്കായി അയാൾ തൻ്റെ വെടിക്കെട്ട് തുടങ്ങിയിട്ട് ഇപ്പോൾ 11 വർഷം കഴിഞ്ഞു. ഇന്നും തുടരുന്ന അയാളുടെ ഫയർ വർക്കിൽ മതോന്മത്തരാണ് ആരാധകരെല്ലാം. അയാൾ അന്ന് തന്ന കൈനീട്ടം ഇന്ന് മലയാളി അനേകം ക്രിക്കറ്റ് വസന്തങ്ങൾ പെയ്തൊഴിഞ്ഞു പോയിട്ടും ഭദ്രമായി ഹൃദയത്തിൽ സൂക്ഷിക്കുന്നു. ആ 18കാരന് ഇന്ന് വയസ്സ് 29. ഇന്ത്യക്ക് വേണ്ടി ഇന്റർനാഷണൽ T20 ക്രിക്കറ്റിൽ ആദ്യമായി സെഞ്ചുറി അടിച്ച വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ ആയ അയാളുടെ പേര് സഞ്ജു വിശ്വനാഥ് സാംസൺ. പ്രതിഭയുടെ ധാരാളിത്തം ആവോളം ഉണ്ടായിട്ടും അർഹമായ പരിഗണന അയാൾക്കൊരു കാലത്തും ലഭിച്ചിട്ടില്ല. അരങ്ങേറ്റം കുറിച്ച ആദ്യ സീസണിൽ തന്നെ എമർജിംഗ് പ്ലെയറായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടും അയാൾക്ക് ഒരു ഇന്റർനാഷണൽ മത്സരം കളിക്കാൻ വീണ്ടും 3 വർഷം കാത്തിരിക്കേണ്ടി വന്നു. ധോണിക്ക് പുറകിൽ അവസരം കാത്ത് ദിനേശ് കാർത്തിക് കാത്തിരുന്ന കാലം. Yeah, I think if I think a lot, I think I might get a bit emotional. I think this thing has not easily happened for me. I think I waited 10 long years to do this in the international cricket. I'm very happy, very blessed and very grateful actually. But to be very honest, I think I would like to keep my feet on the ground, be in the present moment and then just enjoy this beautiful game of cricket actually. So very happy doing it. അന്ന് 21 വയസ്സുള്ള സഞ്ജു സാംസണോട് BCCI പറയാതെ പറഞ്ഞു, പ്രായം ഒരുപാട് മുന്നോട്ട് കിടക്കുന്നുണ്ട്, അവസരങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കൂ. ഇന്ത്യക്ക് ഒരു വേൾഡ് കപ്പ് നേടിത്തന്ന ക്യാപ്റ്റൻ കൂളിന് അയാൾ വിരമിക്കുന്ന കാലം വരെ ദിനേശ് കാർത്തിക് അല്ലാതെ വേറൊരു ബാക്കപ്പ് പ്ലെയർ വേണ്ടെന്ന് പോലും BCCI തീരുമാനിച്ചിരുന്നു.
നമാനോജ എന്ന മികച്ച വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനും ഈ കാരണത്താൽ തന്നെ ഇന്റർനാഷണൽ മത്സരങ്ങൾ കളിക്കാതെ കരിയർ അവസാനിപ്പിക്കേണ്ടി വന്നു. ധോണി 2019 അയാളുടെ അവസാന ഏകദിന മത്സരം കളിക്കുന്നതിന് മുമ്പായി BCCI ഒരു എക്സ് ഫാക്ടറുള്ള വിക്കറ്റ് കീപ്പറെ തിരഞ്ഞു നടന്നു. തൽഫലമായി 2017-ലും 2018-ലും ആയി അവർ ഋഷഭ് പന്തിനെ ടീമിലെത്തിച്ചു. 2016 IPL അരങ്ങേറ്റം കുറിച്ച പന്തിന്റെ ഇതുവരെയുള്ള ഏറ്റവും മികച്ച IPL സീസൺ അതും 2018 ആണ് താനും. കൃത്യമായ അവഗണന തുടങ്ങുന്നത് ഈ സമയം മുതലാണ്. 2018 ശേഷമുള്ള എല്ലാ IPL സീസണിലും ഋഷഭ് പന്തിന് മുകളിൽ സഞ്ജു സാംസൺ പ്രകടന മികവ് കാണിച്ചിട്ടും അയാൾ ഇന്ത്യൻ ടീമിലെ വാട്ടർ ബോയ് ആയി തുടർന്നു. ഒടുവിൽ ഋഷഭ് പന്തിന് ഒരു കാർ ആക്സിഡന്റിൽ കാലിൽ പരിക്ക് പറ്റി പുറത്തു പോകുമ്പോൾ BCCI തീരുമാനിച്ചു 27 വയസ്സുള്ള സഞ്ജു സാംസണേക്കാൾ നല്ലത് 24 വയസ്സുള്ള ഇഷാൻ കിഷൻ ആണെന്ന്. കരിയറിന്റെ ആദ്യഘട്ടത്തിൽ പ്രായക്കുറവായിരുന്നു അയാളുടെ അയോഗ്യത എങ്കിൽ ഇപ്പോഴുള്ള പ്രശ്നം അയാളുടെ പ്രായം കൂടുതലാണ്. 2023 ODI വേൾഡ് കപ്പിന്റെ പ്ലാനിൽ പോലും ഇല്ലാതിരുന്ന KL രാഹുലിനെ പിടിച്ച് അവർ വിക്കറ്റ് കീപ്പറാക്കി. മഹാഭാരതത്തിലെ കർണൻ എന്നോണം അവഗണനകൾ തുടർന്നുകൊണ്ടേയിരിക്കുമ്പോഴും അയാൾ മറുവശത്ത് തന്റെ പ്രതിഭയെ ദിനം പ്രതി കൂടുതൽ മെച്ചപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. പ്രതിഭ കൊണ്ട് നാഷണൽ ടീമിന്റെ ഫസ്റ്റ് 11-ൽ സ്ഥാനം പിടിക്കാൻ പോകുന്നവരായ പന്തും സാംസണും ഒരുപോലെ ടീമിൽ പരിഗണിക്കപ്പെടേണ്ടതാണ് എന്ന വസ്തുത ഇരിക്കെ തന്നെ സഞ്ജു സാംസണെ വിക്കറ്റ് കീപ്പർ സ്ലോട്ടിൽ മാത്രം പരിഗണിച്ച് അവരവർക്ക് ഇഷ്ടപ്പെട്ട ആളുകളെ 3D പ്ലെയർ എന്ന ബ്ലണ്ടർ വിളമ്പി അവസരം കൊടുത്തുകൊണ്ടേയിരുന്നു. പറഞ്ഞു വരുന്നത് കേദാർ ജാദവ്, വിജയ് ശങ്കർ, മായങ്ക് അഗർവാൾ തുടങ്ങി തിലക് വർമ്മയെ പോലും പരിഗണിച്ചപ്പോഴും സഞ്ജു സാംസന്റെ സ്ഥാനം എന്നും പുറത്തായിരുന്നു. ഇടയ്ക്ക് വാട്ടർ ബോയ് സെറ്റിനകത്തേക്ക് മാത്രം BCCI അയാളെ റിക്രൂട്ട് ചെയ്യാറുണ്ടായിരുന്നു. അവഗണനയുടെയും പരിഹാസങ്ങളുടെയും 11 വർഷങ്ങൾ അതിജീവിക്കുക എന്നത് ഒട്ടുമേ എളുപ്പമുള്ള കാര്യമല്ല. മാത്രവുമല്ല, ഇത്തരത്തിൽ അവഗണന നേരിട്ട് ഇന്റർനാഷണൽ ക്രിക്കറ്റിലേക്ക് അത്രമാത്രം ആത്മവിശ്വാസത്തോടെ ഒരാൾ തിരിച്ചു വരിക എന്നത് തികച്ചും അസാധ്യവുമാണ്. തലതൊട്ടപ്പനായ രാഹുൽ ദ്രാവിഡ് പോലും അയാൾക്ക് അവസരങ്ങൾ നിഷേധിച്ചപ്പോൾ ഒരുവിധം എല്ലാവരും ഉറപ്പിച്ചതായിരുന്നു അയാൾക്ക് ഇനി ഈ 29-ാം വയസ്സിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു തിരിച്ചുവരവ് സാധ്യമല്ലെന്ന്. ഇന്ത്യൻ ക്രിക്കറ്റിനെ പല സമയത്തും ഷോൾഡറിൽ ചുമന്ന, എന്നാൽ ധോണിയുടെയും സച്ചിന്റെയും സെവാഗിന്റെയും യുവരാജിന്റെയും എല്ലാം മറവിൽ തികച്ചും അണ്ടർറേറ്റഡ് ആയിപ്പോയ ഒരാൾ അയാളുടെ ഊഴം കാത്തിരിപ്പുണ്ടായിരുന്നു. ഗൗതം ഗംഭീർ ഇന്ത്യൻ ടീമിന്റെ ഹെഡ് കോച്ചായി 2024-ൽ നിയമിക്കപ്പെടുന്നു. സഞ്ജു സാംസണെ മനസ്സിലാക്കാൻ ഗംഭീറിനേക്കാൾ നന്നായി ആർക്കും സാധിക്കുമായിരുന്നില്ല. തുടർന്ന് സഞ്ജു സാംസണ് തുടരെ അവസരങ്ങൾ നൽകാൻ അയാൾ തീരുമാനിക്കുകയായിരുന്നു. ആദ്യമായി സഞ്ജു സാംസൺ എന്ന ഇന്ത്യൻ ക്രിക്കറ്റിലെ കർണന് ഇടവും വലതുമായി 2 പേർ എത്തുന്നു. ഗൗതം ഗംഭീർ എന്ന കോച്ചും സൂര്യകുമാർ യാദവ് എന്ന ക്യാപ്റ്റനും. സഞ്ജു സാംസൺ ഒരു രോഹിത് ശർമ്മയോ വീരേന്ദർ സെവാഗോ ആയി പരിഗണിക്കപ്പെടേണ്ട ആളല്ലെന്നും അയാൾ ഇന്ത്യൻ ക്രിക്കറ്റിലെ സഞ്ജു സാംസണായി അറിയപ്പെടേണ്ട ആളാണെന്നും ഗംഭീർ ഇതിനിടയ്ക്ക് പറഞ്ഞു വെച്ചു. ഒക്ടോബർ 12, 2024 ശനിയാഴ്ച സഞ്ജു വി സാംസൺ എന്ന ഇന്ത്യൻ ഓപ്പണർ ബംഗ്ലാ കടുവകളെ നിർദാക്ഷിണ്യം വേട്ടയാടിയ ദിവസമെന്ന് ഈ ദിവസത്തെ ചരിത്രത്തിൽ വിശേഷിപ്പിക്കപ്പെടും. T20 ക്രിക്കറ്റിൽ ഏറ്റവും മികച്ച ഇന്റർനാഷണൽ ക്രിക്കറ്ററായ സൂര്യകുമാർ യാദവിനും മറുവശത്ത് കാഴ്ചക്കാരനായി നിർത്തി അയാൾ ഹൈദരാബാദിലെ രാജീവ് ഗാന്ധി ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ ടീമയായി പെയ്തിറങ്ങി. റിഷാദ് ഹുസൈൻ എന്ന ലെഗ് സ്പിന്നർ തുടരെ 5 തവണ നഗ്നമായി അപമാനിക്കപ്പെട്ടു. എണ്ണം പറഞ്ഞ 5 സിക്സറുകൾ ഒരു ഓവറിൽ. അയാളെ പരിഹസിച്ചവരെയും അവഗണിച്ചവരുടെയും നാണം കെട്ട പാട്ടുപാട്ടുകളാണ് എല്ലായിടത്തും പിന്നീട് കേട്ടത്. ചിലർ ബംഗ്ലാ കടുവകളെക്കാൾ വേഗത്തിൽ മാളങ്ങളിൽ ഓടി ഒളിച്ചു. അവിടെയും നിന്നില്ല സംഹാരം. താങ്ക്സ് ടു ബംഗ്ലാ ബോളേഴ്സ് ഫോർ സേവിംഗ് ദ കരിയർ ഓഫ് സഞ്ജു സാംസൺ എന്ന കമന്റുകളോട് സഞ്ജു സാംസൺ പ്രതികരിച്ചത് തൊട്ടടുത്ത T20-ലാണ്. എതിരാളികൾ ICC വേൾഡ് കപ്പ് T20 ഫൈനലിസ്റ്റുകളായ സൗത്ത് ആഫ്രിക്ക, അതും അവരുടെ മണ്ണിൽ വെച്ച്. എണ്ണം പറഞ്ഞ ഇന്ത്യൻ ബാറ്റർമാർ കൂടാരം കയറിക്കൊണ്ടിരുന്ന തിരക്കിൽ അയാൾ മറുവശത്ത് നിന്ന് സിക്സറുകൾ പായിച്ചുകൊണ്ടേയിരുന്നു. പതിവ് പോലെ ഏറെ ആഹ്ലാദ പ്രകടനങ്ങളൊന്നുമില്ലാതെ തന്നെ സെഞ്ചുറി സെലിബ്രേഷൻ. ഇത്തവണ സെഞ്ചുറി അടിച്ചത് 47 ബോളിൽ. അയാൾ കൂടാരം കയറുമ്പോൾ ഒരു പിടി റെക്കോർഡുകളും കയ്യിലുണ്ടായിരുന്നു. ഒരു ഇന്ത്യ സൗത്ത് ആഫ്രിക്ക മാച്ചിൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ നിരനിരയായി അടുത്തടുത്ത T20 മാച്ചുകളിൽ സെഞ്ചുറി അടിക്കുന്ന ആദ്യ ഇന്ത്യൻ താരം. ആ ഇന്നിങ്സ് അയാളുടെ ക്ലാസ് കൃത്യമായി അടയാളപ്പെടുത്തുന്നതായിരുന്നു. ക്രിക്കറ്റ് ഗോഡ് സച്ചിൻ ടെണ്ടുൽക്കറിന്റെ പേരിന്റെ കൂടെ ചേർത്ത് വെക്കേണ്ട പേരാണ് ലെജൻഡ് ഷെയ്ൻ വോണിന്റെ. ഇന്ത്യൻ ക്രിക്കറ്റിലെ പൊളിറ്റിക്സ് അറിയാത്ത വോൺ പണ്ട് പറഞ്ഞത് സഞ്ജു സാംസൺ 2019 ആകുമ്പോഴേക്കും ഇന്ത്യൻ ടീമിന്റെ 3 ഫോർമാറ്റിലും സ്ഥിരം മെമ്പർ ആവുമെന്നാണ്. അത്രത്തോളം ക്ലാസും ഇച്ഛാശക്തിയും സഞ്ജു സാംസൺ ഉണ്ടെന്നാണ് വോൺ പറഞ്ഞു വെച്ചത്. ഈയിടെ മുൻ ഇംഗ്ലണ്ട് ക്യാപ്റ്റനായ നാസർ ഹുസൈൻ തന്റെ ഫേവറേറ്റ് പ്ലെയർ രോഹിത് ശർമ്മയാണെന്ന് പറയുമ്പോൾ പലതവണ ഓസ്ട്രേലിയക്ക് വേൾഡ് കപ്പ് നേടിക്കൊടുത്ത ക്യാപ്റ്റൻ റിക്കി പോണ്ടിങ് പറഞ്ഞത്, നിങ്ങൾ സഞ്ജു സാംസൺ എന്നൊരു പ്ലെയറിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? അയാൾ മികച്ച രീതിയിൽ ബാറ്റ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ അഭിപ്രായം മാറ്റിയേക്കുമെന്നതാണ്. ഒന്നുറപ്പാണ്, അയാൾ ഇന്ത്യൻ ക്രിക്കറ്റിൽ ഗോഡ് ഫാദേഴ്സ് ഇല്ലാത്ത ഒരാളാണ്.
പക്ഷേ പ്രതിഭ കൊണ്ട് ഇതിഹാസമാവാൻ കഴിവുള്ള താരവുമാണ്. നിങ്ങൾ കളിക്കുന്ന കാലത്തോളം നിങ്ങളുടെ ഉയർച്ചയിലും താഴ്ചയിലും കൂടെ നിൽക്കാൻ ഞങ്ങളുണ്ടാവും. വിയർപ്പ് തുന്നിയിട്ട കുപ്പായവുമായി നിങ്ങൾ ഒറ്റയ്ക്ക് വഴിവെട്ടി മുന്നോട്ട് പോകുമ്പോൾ എല്ലാം ഭയക്കേണ്ടതില്ല. നിങ്ങളെ ഒറ്റപ്പെടുത്താതെ മാറോട് ചേർത്തണച്ച് ഒരു ജനത നിങ്ങൾക്ക് കവചം തീർത്ത് ലോകത്തെവിടെ പോയാലും നിങ്ങളുടെ കൂടെ കാണും. ചേട്ടാ ചേട്ടാ എന്ന് ആർത്തു വിളിക്കാനും നിങ്ങളെ ഒറ്റപ്പെടുത്തുന്നവരെ തിരഞ്ഞുപിടിച്ച് തുരുത്തി ഓടിക്കാനും.